ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്ന് അച്ഛൻ മഞ്ഞളൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ വളർന്ന് അതൊക്കെ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് മഞ്ഞൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ആയി പറിച്ചിട്ട്, കുറേ ആയി നമ്മൾ കുഴിച്ചിട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ മുന്നേ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഈ വേനൽക്കാലം ആയത് കാരണം നമ്മളൊന്നും അതിൽ അധികം വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലല്ലേ വെള്ളം വരുന്നുള്ളൂ. പിന്നെ അത് നമുക്കങ്ങനെ ദുരുപയോഗം ചെയ്യാനും പറ്റില്ല. പിന്നെ വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടിയിലേക്ക് പോകണം. പിന്നെ അതൊക്കെ എടുത്ത് ചെയ്യുക, പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ തോനെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, എന്നാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളിൻ്റെ ഈ സംഭവം ഉണ്ടോ, ഇങ്ങനെയാണ് മഞ്ഞൾ പറിക്കണത്. ഇവിടെ അല്ല, എല്ലായിടത്തും ഇട്ടോ ഞാൻ പറയുക. മഞ്ഞൾ പറിച്ച് അതിൽ ക്ലീനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ പൈപ്പിൽ ലേശം വെള്ളം വന്നിട്ടുണ്ട്. പൈപ്പിൽ എപ്പോഴെങ്കിലൊക്കെ വെള്ളം വരുള്ളൂ, ആഴ്ചയിലൊക്കെ ഒരു തവണയൊക്കെ വെള്ളം വരുള്ളൂ. അത് നമുക്കാകെ 2-3 ടാങ്കുള്ളൂ. ആ ടാങ്കിൽ ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ 1.5 ആഴ്ചയൊക്കെ ആവും വരാൻ, ചിലപ്പോൾ 2 ആഴ്ചയാവും വരാൻ. ഇപ്പോൾ അങ്ങനെ പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടില്ല, ആ അടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്തടുപ്പ് കണ്ടോ. അപ്പോൾ അതിലൊക്കെ തീ കൂട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. മേലിൽ നിന്ന് ആ ഷീറ്റൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, മേലേക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതും പനിയിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഈ 2 വീഡിയോസും നേരത്തെ ഈ വീഡിയോസും ഒരേ സ്പോട്ടിൽ ഞാൻ ഡബ് ചെയ്ത് റെക്കോർഡ് ചെയ്തതാണ്, വോയിസ് റെക്കോർഡ് ചെയ്തതാണ്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഈ ഫോണുണ്ടല്ലോ, അതായത് ഇപ്പോൾ വൈഫിൻ്റെ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് ആഡ് ചെയ്തിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വൈഫിൻ്റെ ഫോണാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വീണുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ചില്ലിൻ്റെ അധികം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ചില്ലൊക്കെ കുറച്ച് പൊട്ടിയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് സ്ക്രാച്ചും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ചിലപ്പോൾ ഇനിയിപ്പോൾ വൈഫിൻ്റെ ഫോണിൽ എടുക്കുമ്പോൾ, എൻ്റെ ഫോണിൽ എന്തായാലും മൈക്കയുടെ ഓപ്ഷൻസ് കുറച്ച് കേട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വൈഫിൻ്റെ ഫോണിലാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ ചെയ്യണത്. എന്നിട്ടാണ് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. നമ്മുടെ 2 ഫോണും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 10,000, 2,500 രൂപ, 3,000-ൻ്റെ ഉള്ളിൽ എന്തായാലും വേണ്ടി വരും. അപ്പം ഇനി അതൊക്കെ വർക്കിനൊക്കെ പോയിട്ടുണ്ടാക്കണം. അതിൻ്റെ ഇടയിലാണ് വെച്ചാൽ വർക്കിൻ്റെ കമ്മിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ ഒന്ന് റെഡിയാക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. ഇവിടെ മൺപണിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അമ്മ. ഇതാണ്ട് ഇതിൻ്റെ നേരെ മൺപണിയൊക്കെ ചെയ്ത് നമ്മുടെ റോഡിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലുണ്ടല്ലോ, റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു ഭാഗത്തും കൂടെ മൺപണി ചെയ്തെന്നു. അതോ അവിടെ ഷീറ്റ് കാണുന്നുണ്ടോ, ആ ഷീറ്റിൻ്റെ അരികത്തു കൂടെയാണ് മൺപണി ചെയ്തിട്ടുള്ളത്. ചെറിയ തിണ്ട് പോലെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവുണ്ടല്ലോ, കാണാനുണ്ടോ, ഇവിടെ ഉണ്ട്. അതിൻ്റെ കടലാസൊക്കെ കാണുന്നുണ്ടോ, വെട്ടിയിട്ട കടലാസൊക്കെയാണ് നമ്മൾ പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ പൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളെ റെഡി ആയിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി റെഡി ആവേണ്ടത് നേരത്തെ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സംഭവമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ പണി കുറച്ച് ദിവസം ഇല്ല. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട, കൈയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ കുട്ടിയോ അങ്ങനെ കളിക്കുന്നുണ്ട്. കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും കൊടുത്താൽ മതി. ചിലപ്പോൾ നല്ല വാശിയാണ് കുട്ടി. മഞ്ഞൾ വേണ്ടോ, മഞ്ഞൾ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾ പറിച്ച് കഴുകി ക്ലീൻ ചെയ്ത്, അതായത് പറിച്ച് അതിൻ്റെ വേരൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വേവിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ആയണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരെ ബൈ. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this